ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട നാളെ അടക്കും. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകും. 34,310 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സന്നിധാനത്ത് രാവിലെ തിരക്ക് നന്നേ കുറവാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഏറ്റവും തിരക്ക് കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ് ഇന്ന്. പതിവ് പൂജകൾ തുടങ്ങിയ 15-ാം തീയതി 29,000-ഓളം ഭക്തജനങ്ങളും 16-ാം തീയതി 37,000-ഓളം ഭക്തജനങ്ങളും ഇന്നലെ 34,000-ലധികം ഭക്തജനങ്ങളും ദർശനം നടത്തിയപ്പോൾ ഇന്ന് രാവിലെ സുഗമമായ ദർശനമാണ് ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നത്. 18-ാം പടി സാവധാനം തൊട്ട് വണങ്ങി കയറി ദർശനം നടത്തുന്നതിനുള്ള സാഹചര്യം ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ട്. ഫ്ലൈ ഓവർ എല്ലാം വിജനമായി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് സന്നിധാനത്ത് ഉള്ളത്. നടപ്പന്തലുമെല്ലാം വിജനമാണ്, തിരക്കില്ല. മറ്റു ഭാഗങ്ങളിലും ദർശനം കഴിഞ്ഞ് ഭക്തജനങ്ങളുടെയോ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെയോ വലിയ തിരക്ക് കാണാനില്ല. ഇന്നലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തിരക്കായിരുന്നു ഇന്നലെ വരെ സന്നിധാനത്ത് അനുഭവപ്പെട്ടെങ്കിൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. തിരക്ക് നന്നേ കുറഞ്ഞ സാഹചര്യം. എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമാകുന്ന 18-ാം പടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ട് തൊഴുത് കയറി വരുന്നതിനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച ദിവസമായിട്ട് ഇന്ന് മാറുകയാണ്. മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളെല്ലാം ധാരാളമായി എത്തുന്ന ദിവസങ്ങളായിരുന്നു ഇന്ന് വരെയും. ഈ ദിവസവും മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ഉണ്ട്. അവധിയൊക്കെ കഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ള കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ സന്നിധാനത്ത് നിന്നും കണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച് വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. 6:30-ക്ക് ദീപാരാധന, അതിനുശേഷം പടിപൂജയുണ്ട്. 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. നാളെ രാത്രി 10 മണിക്ക് ഇടവമാസ പൂജകളെല്ലാം പൂർത്തിയാക്കി നടയടയ്ക്കും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം മിഥുൻ മുരളി.